ഹരേ കൃഷ്ണ. മഹാവിഷ്ണു ഭഗവാന്റെ പ്രിയപ്പെട്ട വൈശാഖമാസം ഇങ്ങെത്തിയല്ലേ. ഭഗവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിൽ വസിക്കുന്ന സമയം. അതീവ പ്രാധാന്യമുള്ള പുണ്യമാസം കൂടിയാണിത്. ഈ വർഷത്തെ വൈശാഖവ്രതം തുടങ്ങുന്നത് 2026 ഏപ്രിൽ 18 തുടങ്ങി മെയ് 16 വരെയാണ്. നമുക്ക് ഇത് എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്ന് നോക്കിയാലോ. വിഷ്ണു ഭഗവാന്റെ ആരാധനയ്ക്ക് ശ്രേഷ്ഠമായ മാസങ്ങളാണ് മാഘമാസം, വൈശാഖമാസം, കാർത്തിക മാസം എന്നിവ. ഈ 3 മാസങ്ങളിൽ ശ്രേഷ്ഠമായതാണ് വൈശാഖമാസം. വിഷ്ണു ഭഗവാന് പ്രിയപ്പെട്ട മാസമായതിനാൽ വൈശാഖമാസത്തെ മാധവമാസം എന്നും അറിയപ്പെടുന്നു. പൗർണമി ദിനത്തിൽ വിശാഖം നക്ഷത്രം വരുന്ന മാസമാണ് വൈശാഖം. ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന മാസമാണിത്. മന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം പ്രണവമന്ത്രം, നദികളിൽ ഏറ്റവും ശ്രേഷ്ഠം ഗംഗാനദി, വൃക്ഷങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം കൽപ്പവൃക്ഷവുമാണ്. അതുപോലെ മാസങ്ങളിൽ പ്രധാനപ്പെട്ട മാസമാണ് വൈശാഖമാസം. നമ്മൾ ഈ മാസത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനു മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വൈശാഖമാസത്തിൽ അതിപ്രധാനമാണ് സ്നാനം, ജപം, ദാനം എന്നിങ്ങനെ നമ്മൾക്ക് നമ്മളുടെ കഴിവനുസരിച്ച് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതൊക്കെയാണ് ചെയ്യുക. ലക്ഷ്മി സമേതനായി ഭൂമിയിൽ വന്നിരിക്കുന്ന ഭഗവാന് പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങുക എന്നത് അതീവ പുണ്യമായ ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് ജോലി കിട്ടി, എന്നാൽ അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അതായത് എല്ലാം നമുക്ക് നമ്മുടെ നാവിൻ തുമ്പിൽ വന്നിട്ട് തട്ടിപ്പോകുന്ന അവസ്ഥ. ആ അവസ്ഥ എന്തുകൊണ്ടാണ്? ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നമ്മൾക്ക് കിട്ടാത്തതുകൊണ്ടാണ്. ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് സ്നാനത്തിനാണ്. ബ്രാഹ്മമുഹൂർത്തത്തിൽ കുളിക്കുക. ഈ സമയം എല്ലാ ജലങ്ങളിലും ഭഗവത് സാന്നിധ്യം, ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുന്ന സമയം കൂടിയാണിത്. ഗംഗയിൽ പോയി നമ്മൾ സ്നാനം ചെയ്യുന്നത് എന്തിനാണ്? നമ്മളിലുള്ള പാപങ്ങൾ കഴുകിക്കളയാനാണല്ലേ. അപ്പോൾ ഭഗവാൻ പറയുന്നു, നിങ്ങൾ ഈ 30 ദിവസം ബ്രാഹ്മമുഹൂർത്തത്തിൽ സ്നാനം ചെയ്താൽ, ഗംഗയിൽ പോയി സ്നാനം ചെയ്ത് നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയുന്നതിന് തുല്യമാണ്. നിങ്ങൾ കുളിക്കുന്നത് കുളിമുറിയിലാണെങ്കിൽ പോലും കുളിക്കുമ്പോൾ കുളിക്കുന്ന വെള്ളത്തിലേക്ക് 3 തവണ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് ഈ മന്ത്രം ജപിക്കുക. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഇനി അടുത്തതായി വേണ്ടത് മനഃശുദ്ധിയാണ്. അതിന് വേണ്ടത് ആഹാരശുദ്ധി വരുത്തണം. ഈ ഒരു മാസത്തേക്ക് എല്ലാവരും മത്സ്യമാംസാദികൾ ഒഴിവാക്കുക. എന്നിട്ട് എത്ര നാമം ജപിക്കാമോ അത്രയും നാമം ജപിക്കുക. എത്ര നാമം നമ്മൾ ജപിച്ചാലും നമ്മുടെ മനസ്സ് ശുദ്ധി വന്നിട്ടില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും പൂർണ്ണ ഫലപ്രാപ്തി കിട്ടില്ല. ഈ ഒരു മാസം ഇതെല്ലാം ഉപേക്ഷിച്ച് രാവിലെ കുളിച്ച് തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ പോകുക. പറ്റാവുന്നത്ര ഭഗവത് നാമം ജപിക്കുക. എത്ര വലിയ ബുദ്ധിമുട്ടുകളും ശാരീരികമായ അസ്വസ്ഥതകളും ഉണ്ടെങ്കിലും ഈ ഒരു മാസം അതെല്ലാം വിസ്മരിച്ച് നിത്യവും പോയി തൊഴുത് നമസ്കരിക്കുക. ഇല്ല എങ്കിൽ പൂജാമുറിയിൽ ഒരു നെയ്വിളക്ക് കത്തിച്ച് അവിടെ ഇരുന്ന് പറ്റാവുന്നത്ര നാമം ജപിക്കുക. എന്തായാലും കാലത്തോ വൈകിട്ടോ ഏതെങ്കിലും ഒരു നേരമെങ്കിലും നിങ്ങൾ വീട്ടിൽ മുടങ്ങാതെ ഈ 30 ദിവസവും ഒരു നെയ്വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുക. വീട്ടിൽ പറ്റാത്തവർ ഇത് അമ്പലത്തിലെങ്കിലും ചെയ്താൽ മതി.
ഇനി അടുത്തത് ദാനമാണ്. ഈ മാസത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ് ദാനം. ജലദാനം, അന്നദാനം, വസ്ത്രദാനം ഇതൊക്കെ അതിവിശേഷമാണ്. ഈ മാസം കടുത്ത വേനൽക്കാലം കൂടിയായതിനാൽ പക്ഷികൾക്ക് ജലം കൊടുക്കുക അതൊക്കെ അതിവിശേഷമാണ്. ഇനി അടുത്തത് ജപം. ഭാഗവതം, വിഷ്ണു സഹസ്രനാമം, നാരായണീയം, ദ്വാദശാക്ഷരി മന്ത്രം, അങ്ങനെ ഭഗവാന്റെ നാമങ്ങൾ ഏതൊക്കെ എത്രത്തോളം ജപിക്കാമോ അത്രത്തോളം ജപിക്കുക. വിഷ്ണു ഗായത്രി ജപിച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങി സർവ്വ ഐശ്വര്യമുണ്ടാകും. കുറഞ്ഞത് 9 തവണയെങ്കിലും ജപിക്കുക. 108 തവണ ജപിക്കാൻ സാധിച്ചാൽ അതിവിശേഷമാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വിഷ്ണു ഗായത്രി ജപിക്കുന്നത് രാവിലെ തന്നെ ജപിക്കുക. കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് വേണം ഇത് ജപിക്കാൻ. വിഷ്ണു ഗായത്രി. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഈ നാമം നിത്യവും ജപിക്കാൻ മറക്കരുത്. ഇനി ജീവിത തിരക്കുകളിൽപ്പെട്ട് വിഷ്ണു സഹസ്രനാമം മുഴുവനായി ജപിക്കാൻ പറ്റാത്തവർ ഇത് ജപിക്കുക. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനേ ശ്രീരാമനാമവരാനനേ ഓം നമായിതി. ഈ ശ്രീരാമ മന്ത്രം 3 തവണ ജപിക്കുന്നതിലൂടെ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമ ജപം പൂർണ്ണമായതിന് പുണ്യമാണ്. എല്ലാവരും വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ സമയം കിട്ടാത്തവർ ഈ നാമമെങ്കിലും ജപിക്കുക. ഇനി ഗ്രഹപ്പിഴ ദോഷങ്ങൾ മാറാൻ ജപിക്കേണ്ട ഭഗവാന്റെ 12 നാമങ്ങളാണ്. ഓം കേശവായ നമ, ഓം നാരായണായ നമ, ഓം മാധവായ നമ, ഓം ഗോവിന്ദായ നമ, ഓം വിഷ്ണവേ നമ, ഓം മധുസൂദനായ നമ, ഓം ത്രിവിക്രമായ നമ, ഓം വാമനായ നമ, ഓം ശ്രീധരായ നമ, ഓം ഋഷികേശായ നമ, ഓം പത്മനാഭായ നമ, ഓം ദാമോദരായ നമ. ഈ മന്ത്രം നിത്യവും 12 തവണ ജപിക്കാൻ ശ്രമിക്കുക. അതിന് പറ്റാത്തവർ 3 തവണയെങ്കിലും ജപിക്കുക. ഇനി ജീവിതത്തിൽ ഉണ്ടാകുന്ന അടിക്കടി ഓരോ പ്രശ്നങ്ങൾ നമ്മളെ തളർത്തിക്കളയാറുണ്ടല്ലേ. ഈ പ്രശ്നങ്ങൾ മാറാൻ ഈ മന്ത്രം അതിവിശേഷമാണ്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഈ മന്ത്രം കഴിയുന്നത്ര ജപിക്കാൻ ശ്രമിക്കുക. 108 തവണ ജപിക്കാൻ സാധിച്ചാൽ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സങ്കടങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം ഉണ്ടാകുന്നതാണ്. ഇനി ഗുരുവായൂരപ്പനെ സ്മരിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും ഒരു മോചനം ഉണ്ടാകുന്നതാണ്. മന്ത്രം ഇതാണ്: ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ നമ. മന്ത്രം ഒന്നും കൂടി പറയുന്നു: ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ നമ. ഈ മന്ത്രം നിത്യവും 108 തവണ ജപിക്കുക. ശാരീരികമായ അസ്വസ്ഥതകളാൽ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ജപിക്കാൻ പറ്റുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിന് നാമത്രയമെന്നും ത്രക്ഷരി എന്നും അറിയപ്പെടുന്നു. നിത്യവും ഇത് 12 തവണ ജപിച്ചാൽ മാറാരോഗങ്ങളിൽ നിന്ന് വരെ മുക്തി ഉണ്ടാകുന്നതാണ്. അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ. അതോടൊപ്പം തന്നെ
ഭഗവാന്റെ മന്ത്രമായ ഈ മന്ത്രം കൂടി ജപിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമ. ഈ മന്ത്രം നിത്യവും ജപിച്ചാൽ രോഗങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാകുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഇനി ആയുരാരോഗ്യ സൗഖ്യത്തിനായി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് 100 ദശകങ്ങളിലായി സമർപ്പിച്ച നാരായണീയം ഈ മാസത്തിൽ പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ്. അതോടൊപ്പം നാരായണീയത്തിലെ 8ാമത്തെ ദശകത്തിലെ ശ്ലോകം 13 അത് ജപിച്ചാൽ രോഗമുക്തി ഉണ്ടാകുന്നതാണ്. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ തുമിത്തമുദ്ധാവിതപത്മയോനി അനന്തഭൂമാ മമ രോഗരാശിയും നിരുന്ധിവാതാലയവാസ വിഷ്ണു. ഇതിൻ്റെ അർത്ഥം, അല്ലയോ പരമാത്മാവേ, ഗുരുവായൂരപ്പ, വിഷ്ണു, ഈ പത്മകൽപ്പത്തിൽ ബ്രഹ്മാവിനെ സൃഷ്ടികർമ്മങ്ങൾക്കായി ഉണർത്തുന്ന അനന്തമായ മഹത്വമുള്ള അങ്ങ് എൻ്റെ രോഗങ്ങളെ മുഴുവൻ ശമിപ്പിക്കണമേ എന്നാണ് ഭഗവാനോടുള്ള പ്രാർത്ഥന. കലിയുഗത്തിൽ വളരെ കഷ്ടതകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലേ. വൈശാഖ മാസത്തിലുടനീളം കലിദോഷ നിവാരണ മന്ത്രം 9 തവണ ജപിച്ചാൽ, അല്ലെങ്കിൽ 108 തവണ ജപിച്ചാൽ മാലിന്യങ്ങൾ അകന്ന് മനസ്സ് സൂര്യനെ പോലെ തെളിവുറ്റതാകും. 108 ജപിക്കാൻ സാധിക്കുന്നവർ 108 തവണ തന്നെ ജപിക്കുക. കലിയുഗത്തിലെ ഏറ്റവും അതിശക്തമായ മന്ത്രമാണിത്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജീവിതത്തിലുടനീളം എപ്പോഴൊക്കെ സമയം കിട്ടുന്നോ ആ സമയത്തെല്ലാം ഈ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഇനി ഈ മാസത്തിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അക്ഷയ തൃതീയ, ബലരാമ ജയന്തി, വൈശാഖ ശുക്ലപക്ഷ ദ്വാദശി, മോഹിനി ഏകാദശി, ശങ്കരാചാര്യ ജയന്തി, നരസിംഹ ജയന്തി, ബുദ്ധപൂർണിമ, ദത്താത്രേയ ജയന്തി. ഇതെല്ലാം ഈ മാസത്തിലെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളാണ്. ദശാവതാരങ്ങളിലെ നരസിംഹ അവതാരം ഈ മാസത്തിലാണ്. ഉഗ്രമൂർത്തിയായി ശത്രു സംഹാരത്തിനായിട്ടാണ് ഭഗവാൻ നരസിംഹ അവതാരം എടുത്തത്. അകാരണമായ ഭയം മാറാനും ശത്രുദോഷത്തിനുമായി, എല്ലാ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങൾ മാറുന്നതിനും ജപിക്കേണ്ട അതിപ്രധാനമായ ഒരു മന്ത്രം കൂടി പറയാം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ഇനി എല്ലാവരോടും കൂടി ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ മാസം നിങ്ങൾ പറ്റാവുന്നവർ ഒരു ദിവസം ഗുരുവായൂർ പോയി കണ്ണൻ ഓടിക്കളിക്കുന്ന ആ തിരുമണ്ണിൽ ഇരുന്ന് പറ്റുന്നത്ര നാമം ജപിക്കാൻ അതീവ പുണ്യമാണ്. ഭഗവാനെ മനസ്സിൽ കുടിയിരുത്തി ഭഗവത് നാമങ്ങൾ ജപിച്ച് വ്രതമെടുത്ത് ഈ പുണ്യമാസത്തിൽ ചെയ്യുന്ന ഓരോ നന്മയും ഓരോ ജപവും നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളിലും ഉണ്ടാകുന്ന ഐശ്വര്യം, സമ്പത്ത് എന്നുവേണ്ട എല്ലാം നിങ്ങളെ തേടി വരും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്കും കൂടി ഉണ്ടായ ഒരു അനുഭവമാണ്. ഈ വൈശാഖ മാസത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് നാമം ജപിക്കാം, ഒന്നിച്ച് വ്രതമെടുക്കാം. ഈ മാസം നമ്മൾ ഭഗവാന് വേണ്ടി മാറ്റിവെക്കുന്ന ഈ 30 ദിവസം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ആ പുണ്യം നമുക്കും നേടാം. എല്ലാവരും വ്രതമെടുക്കാൻ മടിക്കരുതേ, നാമം ജപിക്കാതെ ഇരിക്കരുതേ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു.